ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരളവിലുള്ള കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ ഞാൻ 1 കപ്പ് അളവിൽ സേമിയയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സേമിയ ഒന്ന് വറുത്തിട്ട് നമ്മൾ പായസം തയ്യാറാക്കി എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവണേ. ഇനിയിപ്പോൾ വറുത്തെടുത്തിരിക്കുന്ന സേമിയ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇത് ചൂട് മാറുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി ഞാൻ മറ്റൊരു പാനിലോട്ടായിട്ടൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യേണ്ട കേട്ടോ. ഇതേപോലെ തന്നെ ഇരുന്നിട്ട് ഇതൊന്ന് മെൽറ്റായിട്ട് നമുക്ക് കാരമലായിട്ട് വന്നോളൂ കേട്ടോ. പിന്നെ ഈ ടൈമിൽ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാനൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് കാരമലായി വന്നിട്ടുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ടയാകാതെ നമുക്ക് കിട്ടും. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സേമിയ വറുത്തതിൻ്റെ ഒരു പാൻ വെച്ച് കൊടുക്കുക. ഇനി സേമിയയിലോട്ടായിട്ട് ഞാൻ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് തേങ്ങ ചിരകിയിട്ട് 1.5 കപ്പ് അളവിൽ 1/4 പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് 2/2 പാൽ പിഴിഞ്ഞെടുത്തിരുന്നതാണ്. ആ 2/2 പാൽ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2/2 പാലിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാലൊന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ കാരമൽ ഇത് വെച്ചിരിക്കുന്ന ഒരു പഞ്ചസാരയില്ലേ, അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടി നമുക്ക് ഇതിലോട്ടായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ ചവ്വരി ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരുപാട് വേവില്ലാത്ത ചവ്വരി ആയതുകൊണ്ടാണ് ഞാൻ കുതിർത്തത് ചേർത്ത് കൊടുക്കുന്നത്. വേവുള്ള ചവ്വരിയാന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1/2 ഭാഗം ഒന്ന് കുക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 7 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പായസമൊക്കെ ഇവിടെ നല്ലതുപോലെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ നമുക്കൊരു താമസമായിരിക്കും കേട്ടോ. അതേപോലെ പകുതി ഭാഗം കുക്കായതിന് ശേഷം വേണം കേട്ടോ മധുരം ചേർത്ത് കൊടുക്കാൻ. ഇനി ഞാനൊരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഒന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളൊരു 1.5 കപ്പ് അളവിൽ 1/4 പാൽ പിഴിഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1/4 പാൽ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇത് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ചൂടായി കിട്ടിയെങ്കിൽ മാത്രം മതി. നമ്മുടെ പായസത്തിൽ മധുരമൊക്കെ ഒന്ന് ബാലൻസായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ പായസമൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ഒന്ന് വറുത്തതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യാട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്ത രുചികരമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.